ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. 41ാമത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. 41ാമത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ജവാന്മാരെ അനുസ്മരിച്ച് ഞായറാഴ്ച ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ഇനിയുള്ള ദിനങ്ങളിൽ വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികൾ നടക്കും. 31-ന് പപ്പയെ കത്തിക്കൽ, പുതുവത്സര റാലി എന്നിവയോടെയായിരിക്കും ആഘോഷം സമാപിക്കുക. നാട്ടുകാർക്കൊപ്പം നൂറുകണക്കിന് വിദേശികളും ആയിരക്കണക്കിന് സ്വദേശി അതിഥി സഞ്ചാരികളും പുതുവത്സരാഘോഷത്തിൽ പങ്കാളികളാകുന്നതോടെയാണ് കാർണിവലിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. 1981-ൽ കൊച്ചി കടപ്പുറം കേന്ദ്രീകരിച്ച് തുടങ്ങിയ ബീച്ച് ഫെസ്റ്റിവലാണ് 1982-ൽ കൊച്ചിൻ കാർണിവലായി മാറിയത്. പ്രാദേശിക ക്ലബ്ബുകളുടെ കൂട്ടായ്മയിൽ തുടങ്ങിയ കാർണിവൽ ആഘോഷം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. കൊച്ചിയിലെ യുദ്ധസ്മാരകത്തിൽ നാവിക സൈനികർ, വിമുക്ത ഭടന്മാർ, നഗരസഭാ മേയർ, പൗരപ്രമുഖർ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ച് വീരയോദ്ധാക്കളെ അനുസ്മരിച്ചു. ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് പള്ളിയങ്കണത്തിലെ യുദ്ധസ്മാരകത്തിലാണ് പുഷ്പചക്ര സമർപ്പണം നടന്നത്. വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി കെ എം പ്രതാപൻ, കാർണിവൽ കമ്മിറ്റിക്ക് വേണ്ടി സോമൻ എം മേനോൻ, മദ്രാസ് റെജിമെന്റിന് വേണ്ടി കെ പി രവീന്ദ്രൻ, INS ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ മാനവ് സെഹ്ഗാൾ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ DIG N രവി എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. എം അനിൽകുമാർ, കെ മീര, മാനവ് സെഹ്ഗാൾ, കെ എം പവിത്രൻ, AH ഹിദായത്ത് എന്നിവർ സംസാരിച്ചു. വൈവിധ്യം എന്ന് പറയുന്നത് കൊച്ചിയുടെയോ കേരളത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മാത്രമല്ല, ലോകത്തിന് തന്നെ സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക സങ്കലനത്തിൻ്റെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും അവിസ്മരണീയമായ ഒരു ചിഹ്നമാണ് കാർണിവൽ ഉണ്ടാകുന്നത്. ഈ പള്ളി അങ്കണത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ കൊയറിൻ്റെ സഹകരണത്തോടെ, അച്ഛൻ്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ പരിപാടികൾ ആരംഭിച്ചത്. ഒരു പള്ളി അങ്കണത്തിലുള്ള ഒരു വാർ മെമ്മോറിയൽ, അത് ഒരുപാട് പൈതൃക പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. UN ചാർട്ടർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ സേന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മറ്റെല്ലാ പ്രതിരോധ സേനകളിൽ നിന്നും വ്യത്യസ്തമായി അവർ തീർച്ചയായിട്ടും അവർക്ക് പ്രതിരോധത്തിൻ്റെ കരുത്തുണ്ടെങ്കിൽ പോലും ആ കരുത്ത് അവരൊരിക്കലും അങ്ങോട്ട് ചെന്ന് പ്രദർശിപ്പിക്കാറില്ല. ആ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ സാർവദേശീയമായ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് ഭരണഘടനയോട് അവർക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്, പ്രതിബദ്ധതയുണ്ട്, ജനാധിപത്യത്തോടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നമ്മൾ എന്തുകൊണ്ട് സ്വാതന്ത്ര്യമായിരിക്കുന്നു, എന്തുകൊണ്ട് നമ്മളൊരു ജനാധിപത്യ റിപ്പബ്ലിക്കായിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡിഫൻസ് ഫോഴ്സിൻ്റെ പ്രത്യേകതയാണ്. കാർണിവൽ ആരംഭിക്കുന്നത് ഈ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ, ഭരണഘടനയുടെ വൈവിധ്യത്തിൻ്റെ കൊച്ചിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരുപാട്. To all our soldiers who laid down their life ensuring or to trying to protect peace and the unity of our country, and my respect to all the soldiers who are out there fighting to ensure that translate this in Malayalam. നമ്മുടെ കൊച്ചി ഇന്ന് ഈ പറയുന്ന പോലെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് സ്ഥലത്ത് യുദ്ധങ്ങളുണ്ട്, സാമൂഹികമായിട്ട് ഒരുപാട് ടെൻഷൻസ് നടക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഐലൻഡ് ആയിട്ടുള്ള കൊച്ചി ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് ആ ഒരു കാര്യത്തിൽ. ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ഡിഫറിങ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാർ ഈ ഒരു ചെറിയ സ്പേസിൽ ഇത്രയും സന്തോഷത്തിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. അത് മാതൃകയാക്കി നമ്മുടെ ലോകം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സമാധാനം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ പറയുന്ന സമാധാനത്തിനുള്ള ഡിഫൻസസ് അല്ലെങ്കിൽ സമാധാനം എവിടെ നിന്നുണ്ടാവുന്നു, അത് എനിക്ക് തോന്നുന്നു സമാധാനം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, പക്ഷേ അതൊരു എൻഡ് ഇൻ ഇറ്റ്സെൽഫും കൂടെയാണ്. ആ പ്രോസസ്സിലേക്കും അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിന് നമ്മുടെ ഭരണഘടന എഴുതിയ നമ്മുടെ പൂർവികർ നമുക്ക് 4 സൊല്യൂഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 4 സൊല്യൂഷൻസാണ് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുന്നത്. ഒന്ന്, നമുക്ക് ഫസ്റ്റ് പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ്, തുല്യനീതി. ഏവർക്കും തുല്യനീതി ഉറപ്പുവരുത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ലാക്ക് ഓഫ് ജസ്റ്റിസ് ആണ് പല സ്ഥലങ്ങളിലും പീസിന്റെ ഒരു വയലേഷൻ സംഭവിക്കുന്നത്. സൈനിക ബഹുമതികൾക്ക് ശേഷം പള്ളിയിലെ ഗായക സംഘം സമാധാന സന്ദേശഗാനം ആലപിച്ചു. തുടർന്ന് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞയും എടുത്തു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാരായ ജോസഫ് സന്തോഷ്, AK സുരേഷ് കുമാർ, ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. Solidarity is a glue which can bind not only communities, nations, but also the entire humanity together. At the same time, I would like to remind each and every individual that solidarity, like charity, begins at home, and therefore everyone needs to nurture the qualities of compassion, humility, and empathy for being able to share it
with your colleagues. This day, I also want to pay respect to those who have made their sacrifice for the nation, and not only do we remember them for their sacrifice, but also for the values for which they stood for. That is. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബലാൽ, അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, കൗൺസിലർമാരായ കെ.പി. ആന്റണി, ബാസ്റ്റിൻ ബാബു, അഭിലാഷ് തോപ്പിൽ, ഷീബ ഡുറോം, പി.എം. ഇസ്മുദ്ദീൻ, ഉപദേശക സമിതി അംഗങ്ങളായ കെ.ജെ. സോഹൻ, പി.ജെ. ജോസി, സ്റ്റീഫൻ റോബർട്ട്, സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ കുര്യൻ പീറ്റർ, ടി.പി. പ്രതാപൻ, കായിക സംഘം, എൻ.സി.സി കേഡറ്റുകൾ, നാട്ടുകാർ, കാർണിവൽ ക്ലബ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.